തിരുരക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരഥായി മരിച്ചോ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്തമോദിക്കുന്നാൾ നിൽക്കണമവർ വല ഭാഗത്തിൽ. കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാവും നിന്നെ മാമോദീസാമുക്ക് യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിനെ വസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സകലമതാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി മലതസുജിയൻ നീവയുള്ള മഹിമായേലും ദൈവജനത്രീ കന്യകയാമറിയാമീന്നും ഭേദമതെന്നി മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മശീഹ നിജമൃതിയാലിവർ തൻ മൃതിമെതിച്ചു നിഗനിച്ചോനെ അപരിപാവന തൃക്കയ്യ സ്വപിതാവോടൊപ്പം ജീവനും സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോ കുറിയേല പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേൻ ഈ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ എങ്കിലുമാ സഭയിൻ ശാപം പലതരമുപദേശങ്ങളാകോ പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെതിരെ ലേഖനത്തിൽ നിന്നും ആഹായി ബാറയ്ക്കുമോ. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത് മനുഷ്യനതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ? ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അടുത്തോളം വരുന്നു. ആഹാ ഇബാറയ്ക്കുമോ. ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരിടുവി കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹമുൻപിൽ. ഹല്ലേലൂയ. ബാറയ്ക്കുമോർ നമ്മടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും സുവിശേഷിക്കുന്ന സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അപ്പോൾ യൂഹാനോൻ യേശു തമ്പുരാനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ പിൻപറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ വിലക്കി. യേശു തമ്പുരാൻ അവനോട് പറഞ്ഞു, അവനെ നിങ്ങൾ വിലക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ ഒരുവനും കഴിയില്ല. നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലിയാകുന്നു. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒരു പാത്രം വെള്ളം നിങ്ങൾക്ക് കുടിക്കുവാൻ തന്നാൽ അതിനുള്ള പ്രതിഫലവും ലഭിക്കാതിരിക്കില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയൊരു ഒരാളെ തെറ്റിക്കുന്നവൻ ആരായാലും അവന് നല്ലത് കഴുത്തിൽ വലിയൊരു തിരികെ കല്ല് കെട്ടി തൂക്കി സമുദ്രത്തിൽ എറിയപ്പെടുന്നതാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. യജമാനൻ വരുവന്നേര ഉണറുള്ളോരാ ഇതാ തോപ്പിൽ പണിയായി ആൺമോരോ അന്യരാം പകലൽ ലാന്തൻ കൂടെ പാടിതോ കാവനാര കേട്ടി പരികർമ്മീടും താതനിരത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ റോകുദിശ പാറകലിത മൂടയും നോരോ മൂടി ഹാലി ലുയ്യ ചൂടും മകുടത്തിൽ സ്തോമൻഗാലോസ് കുറിയേലായിസോ. എല്ലാവരും നമസ്കരിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സമർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ എനിക്ക് സ്തുതി. തനിക്ക് ദൈവികമായി സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലഹുന്യവുമോ സദഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും
ഈ വന്യ പിതാവിന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായ്ച്ചില്ലായ്മയെന്നവനും ആ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോ ഞങ്ങൾ കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനേ, നിന്റെ കരുണയാ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവം തമ്പുരാനേ, വലിയ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികൾ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരമായ ക്രിസ്ത്യാന്തി ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. നിന്നും മാലാഖമാരിൽ നിന്നും മറഞ്ഞിരിക്കുന്നവനായ പിതാവാൻ ദൈവമേ, തിരുമുമ്പാകെയും തൻ്റെ സ്നേഹമൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രൻ്റെ മുമ്പാകെയും തൻ്റെ ആവശ്യപ്പാ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റുഹായുടെ മുമ്പാകെയും നിന്റെ ദൈവത്വം അതിൽ പ്രസംഗിക്കപ്പെടുകയും വിശുദ്ധാതൃത്വം അതിൽ ആവസിക്കുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവകയൊക്കെയുടെയും കുറ്റം മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമീൻ. പാപിയും ദാസനുമായി ഞാൻ ഉത്തരമായി ചൊല്ലുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമീൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമീൻ. ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ. നമുക്കാദേശ അബദേ കാതുവേ മെസ്രാഹ
ആമീൻ. ബാറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകം മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിത്തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ ശ്രേഷ്ഠരെ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാന കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള യഹ്റൂഹായിലും കാതോലിയവും സ്ലൈഹ്യവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ആമോദീസ ഒരിക്കൽ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുദാ ഈദു നമസ്കാരത്തിൻ സമയം ഈദു തന്നെ കരുണാസമയം ബാറയ്ക്കുമോർ സ്തോമൻഗാലോസ് കുറിയേലായിസോ. സമാധാനത്തിന്റെ ദൈവവും ശാന്തിയുടെ നാഥനുമായ കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് അഭേദ്യമായ ആശ്വാസത്തോടുകൂടെ കളങ്കമില്ലാത്ത ചുംബനത്തോട് പരസ്പരം ആലിംഗനം ചെയ്യുന്നതിന് ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകി ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം അന്യോന്യം ദൈവമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെ നാം തലോനിക്കണം. ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലഊനിക്കുന്നു. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ ബലഹീനതയ്ക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും സഹായവും ലഭിക്കുവാനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളുടെ കഴുത്തുകൾ നിങ്ങളിലേക്ക് തിരുസന്നിധി നമിച്ചിരിക്കുന്നു. നീ സകലരുടെയും സഹായിയും സങ്കേതസ്ഥാനവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. കർത്താവേ, ഇപ്പോൾ തിരുമുഖം ഞങ്ങൾ പ്രകാശിപ്പിച്ച് ഞങ്ങളെ വിദ്വേഷിക്കുന്ന എല്ലാ ശത്രുക്കളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രമാണ ലംഘനങ്ങളും പരിഹരിച്ച് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബാറയ്ക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവാ ദൈവത്തിന്റെ വലതുഭാഗത്ത് മെശിയാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളുടെയും കൂടെ സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി ചൊല്ലുന്നു. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. വേണ്ടി മരണം അനുഭവിപ്പാനും സന്ധ്യാസമയത്തുള്ള ബസാചരിക്കുവാനും തനിക്ക് തിരുവിഷ്ടം തോന്നിയപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്തു. പാറയ്ക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് ശിഷ്യസമൂഹത്തിന് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, പാപമോചനത്തിന് നിത്യജീവന് വേണ്ടി ഇത് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ. വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും ഇപ്രകാരം താൻ എടുത്തു. ബാറയ്ക്കുമോ വാഴ്ത്തി ശുദ്ധീകരിച്ച് പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, പാപമോചനത്തിന് നിത്യജീവന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീൻ.
വൽഹായിദലോലം വൽമീ. ആമീൻ. രഹസ്യം നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എൻ്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നിപ്രകാരം അവരോട് കൽപ്പിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. നാമോദോസേനോ നാഥ നിൻ മൃതിയോർത്തങ്ങൾ നീന്നു ധാനമതേ ടോദി കാക്കുന്നു നീൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നും. നിന്റെ രക്ഷാകരമായ വരവിനെയും നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് നിന്റെ ശ്രേഷ്ഠ സന്നിധി അപേക്ഷയും അഭയാചനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നീതിമാന്മാരുടെയും പാപികളുടെയും പരിശോധന നീ നടത്തുന്നതായ ന്യായവിധിയുടെ ഭയങ്കരമായ ഉഗ്രദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെ അഗ്നിക്കും ജ്വാലയ്ക്കും ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. ഞങ്ങളുടെ ദുഷ്ടതകളും ഭോഷത്വങ്ങളും കാരണം ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും ദണ്ഡിപ്പിക്കപ്പെടുകയും ചെയ്യുവാനും ഇടയാകരുതേ. കർത്താവേ, നിനക്ക് ദയ തോന്നി ഞങ്ങൾ കൃപയുണ്ടായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ഇതിനു വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവ് ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറയ്ക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കവുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. ഉത്തരമരളണമേ. കർത്താവിനോടുത്തരമരളണമേ. കർത്താവിനോടുത്തരമരളി ദയ തോന്നി എന്നിൽ കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ പരിശുദ്ധ റൂഹാവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തവുമാക്കി പൂർത്തീകരിക്കട്ടെ. ആമീൻ. കർത്താവേ, കുർബാനയെ സംബന്ധിക്കുന്നവർക്ക് ഇതെല്ലാ മാലിന്യങ്ങളിൽ നിന്നും ആത്മശരീരങ്ങൾക്ക് വെടിപ്പ് വരുത്തുന്നതും പാപപരിഹാരത്തിന് നിത്യജീവനും പര്യാപ്തമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബാർക്കുമോർ ഇന്ന് ഈ ആഴ്ചകാലത്ത് നമ്മുടെ അധ്യക്ഷന്മാർ 4 ഭാഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചുഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികസ്മാരായ അബൂമാർ ഇഗ്നാത്യോസിനു വേണ്ടിയും അബൂമാർ ബസേലിയോസിനു വേണ്ടിയും അബൂമാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ
ഈ വന്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്കു വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരെ പ്രാപ്തന്മാരായ ഭരണകർത്താക്കളാക്കി തീർത്ത് നിന്റെ സമാധാനവും സഹായവും കൊണ്ട് അവരെ അലങ്കരിക്കണമേ. തന്മൂലം അവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരും മധ്യസ്ഥന്മാരുമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളാപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരമായ ഞങ്ങളോടും കൂടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെല്ലാവർക്കും അന്യോന്യവാക്യ അഭ്യർത്ഥി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരെ തരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സഹായം ചെയ്യുന്നവരെ നീ ഓർത്തുകൊള്ളണമേ. പിശാചുക്കളുടെയും ദുഷ്ടമനുഷ്യരുടെയും എല്ലാ ഉപദ്രവങ്ങളവരെ നീ രക്ഷിച്ചുകൊണ്ട് നീ അവർക്ക് കാവൽക്കാരനും സങ്കേതസ്ഥാനവുമായിരിക്കണമേ. നീ സകലത്തിൻ്റെയും രക്ഷിതാവാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാർക്കിമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ധാരാളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ഞങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ ഭരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരെയും ദിവ്യന്മാരെയും പ്രസംഗക്കാരെ സ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹോദരന്മാരെയും ബൗദ്ധ്യനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാർ യോഹാനോൻ മാംദാനെയും ഷമ്മാശന്മാരെ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഞങ്ങളെ സഹായിച്ച് അവരുടെ ഓഹരിക്കും അവകാശത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്രാവിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തുന്തീനോപോലീസിലും എഫെസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുരുഷനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും
മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലിമ്മീസും ദിവന്യാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും ദിയസ്കോറോസും തീമത്തിയോസും പീലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബസുവുമായും മാർ ശമോൻ ദസ്തൂനയും തെരഞ്ഞപ്പെട്ട മാർ അബഹായിയും എൽത്തോ മാർ ബെസേലിയോസും മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദിവനസുസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഭൂതലം മുഴുവൻ നിന്റെ സുവിശേഷത്തെ സൂക്ഷ്മതയോടുകൂടെ പ്രചരിപ്പിക്കുകയും വിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരെ നീ ഓർക്കണമേ. നിർമ്മലമായ അവരുടെ പ്രാർത്ഥനകൾ മൂലം ഞങ്ങൾക്കെല്ലാവർക്കും സഹായം നൽകി നിന്നുള്ള സ്നേഹത്തെ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാരക്കുമോ അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസി മുൻകൂട്ടി നിത് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തു കൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മനുഷ്യരുടെ ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടസിച്ച് പറയണം. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. മനുഷ്യസ്നേഹമുള്ളവനായ കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ളവരെ അബ്രഹാമ്യ വടികൾ നീ വസിപ്പിച്ച് ഞങ്ങളുടെയും വാങ്ങിപ്പോരുടെ എല്ലാ പ്രമാണ ലംഘനങ്ങളെ നീ പരിരക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുമിശിഹാ അല്ലാതെ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങളും വാങ്ങിപ്പോരും അവന് തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. തിരുമുമ്പാകെയുള്ള ലജ്ജയിൽ നിന്ന് ഞങ്ങളെയും വാങ്ങിപ്പോരെയും നീ രക്ഷിച്ചുകൊണ്ട് നിന്റെ ദാസന്മാരുടെയും ദാസികളുടെയും രഹസ്യവും പരസ്യമായ തെറ്റുകുറ്റങ്ങൾ നീ പരിരക്ഷമിക്കണമേ. തന്മൂലം വാഴ്ത്തപ്പെട്ടതായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളോടുകൂടെ എന്നേക്കും ഞങ്ങളാൽ ഞങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് വേണ്ടി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും
എന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ തിരുനാമം വരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സ്ഥലം ലോകാലോകങ്ങളും സ്ഥിതിയും ചെയ്യുന്നു. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാദം ബാരയ്ക്കുമോർ കുറിയേലായിസോ ആലിവോടു ശിക്ഷിച്ചാടിയാരേ ഹല്ലേലൂയ ആരിശം നീ കീകാക്കണമേ ബാരയ്ക്കുമോ കുറിയേലായിസോ. ബാരയ്ക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ. ഞങ്ങളുടെ ബലഹീനതയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവാം ദൈവമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അനീതിയുടെ എല്ലാ മാലിന്യത്തിലും പാപത്തിൻ്റെ അശുദ്ധി ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്ന ഈ കുർബാന അംഗീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏകശ്വാസത്തിൽ യോജിപ്പോട് നിന്നെ വിളിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവേഷം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമീൻ. ദൈവമേ, പരീക്ഷണങ്ങളാകുന്ന പരിശോധനയ്ക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. എന്തെന്നാൽ സഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. നിന്റെ മഹാകരുണയ്ക്ക് അനുസരണമായ എല്ലാ കോപശിക്ഷവും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എന്തെന്നാൽ ആധിപത്യവും രാജ്യവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെ നാം തലവുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലവുനിക്കുന്നു. ദൈവമേ, ആത്മശരീരങ്ങളുടെ കഴുത്തുകൾ നിങ്ങൾ നമിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിച്ച് അവരെ കരുണയ്ക്കും
പാപമോചനത്തിനും അർഹരാക്കി തീർക്കണമേ. നീ മഹാകാരുണ്യവാനും സർവശക്തനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കും. യഹോവേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമത്വമുള്ളതുമായ വിശുദ്ധാതൃത്വത്തിൻ്റെ കവയാനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബറയ്ക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റുഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമീൻ. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. ആമീൻ. തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമീൻ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനും വിശുദ്ധിയുള്ള ഏകറുഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമീൻ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കൃപ നാം ശാശ്വതരാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ സമവർക്കേകിടോ മൊറിയോറാകെ മേലൈനോഹാദാരേ. നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലുയ്യായു ഹാലേ ലുയ്യാ നിൻ ബലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യാദിഞ്ജനമോർക്ക യബിദുഗ്രഹവും ബാറയ്ക്കുമോ. മിൻഗോലം ബാദാമുൽഗോലം വൽമീനാമീ. നിന്നിലുദിച്ചോരേഖസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണേക്കേണം. സ്തോമൻ കാലസ്കുറിയേലായിസോ. സ്മരണ
സ്മരദായകമാകാത്തൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട ബാറയ്ക്കുമോ. ദൈവപ്രസവിത്രീ കന്യകമറിയാമി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാകെ മേലൈനുകതാറേ. മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ. ഹാലേലൂയ. വർദ്ധിക്കുമവർക്ക് ദുഷ്ടീപുഷ്ടികളും പാറയ്ക്കുമോ. മെൻകോലം വാദാമുൽകോലം വൽമീനാമീ. ഉണ്ടേ മേലും നീന്നോർമ്മ നോർമേ ബഹുമാനിച്ചോർക്കായ് സ്തോമൻ കാലസ്കുറിയേലായിസോ. പതിവിൻ പാടി നീൻ കോട്ടത്തലയായി ഇമ്പമെഴും നീൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശെ പോൽ തേണം പറിക്കുമോ. നിന്നെ വരിച്ചൊരു താതേനും മാർഗ്രിഗോറിയോസ് നിന്നോർമേ ബഹുമാനിച്ച സുതനോ സ്തോത്രം. നിന്നെ മൂടി ചൂടിടുന്ന റൂഹവന്യേ നിൻ പ്രാർത്ഥനക്കുവൈട്ടെ ഞങ്ങൾക്ക്. മുറിയോറാകെ മേലൈനുകാതാറെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിട. ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ മാസത്തെ ഒടുവിലത്തെ ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മയും പരിശുദ്ധരായ 12 സ്ലീഹന്മാരുടെ ഓർമ്മയും ഈ മാസത്തിലാദ്യം പരിശുദ്ധനായ മോർത്തോമാ സ്ലീഹായുടെ ഓർമ്മയൊക്കെ ആചരിച്ചു. ആ പരിശുദ്ധരും പുണ്യവാന്മാരുമായ പിതാക്കന്മാർ നടന്നുപോയ വഴികളെക്കുറിച്ചുള്ള ഒരു ഉത്ബോധ്യം നമുക്കുണ്ടാകണം. ഇന്നത്തെ സുവിശേഷമൊക്കെ ഒരു പ്രയാസവും പ്രശ്നവുമില്ല, സമൃദ്ധിയുടെ സുവിശേഷമാണ് ഇന്ന് കേൾക്കുന്നത്. എന്നാൽ ഈ പരിശുദ്ധരായ ശിഷ്യന്മാരെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു 9 ദിവസം കൂടെ കഴിയുമ്പോൾ 15 നോയമ്പ് ആരംഭിക്കുക. പരിശുദ്ധിയായ അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ അവരൊരിക്കലും ലോകപ്രകാരമുള്ള
സമൃദ്ധിയിലായിരുന്നില്ല. ഇന്നത്തെ സുവിശേഷം പലയിടത്തും കേൾക്കുകയും ദൃശ്യമാധ്യമങ്ങൾ കാണുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ സുവിശേഷമാണ്. പരിശുദ്ധരായ ശ്ലീഹന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയത് ഏറെയേറെ കഷ്ടതകൾ സഹിച്ചുമാണ്. അതുമാത്രമല്ല, പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ രക്തസാക്ഷികളായി മരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വഴിയോ ശ്ലീഹന്മാരുടെ വഴിയോ ആദിമ നൂറ്റാണ്ടിലെ പിതാക്കന്മാരുടെ വഴിയോ ഒന്നും ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ രീതിയിലല്ലായിരുന്നു. എന്നാൽ അവർ അതീവ സന്തുഷ്ടരായിരുന്നു. കാരണം എന്താണ്? അവരെ വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള ആ ഉത്ബോധ്യത്തോടെ കർത്താവിനെ പ്രതി ജീവിക്കുകയും കർത്താവിനെ പ്രതി മരിക്കുകയും ചെയ്തു. വളരെ ആർദ്രതയോടെ സേവനം ചെയ്യുന്ന ഒരു സിസ്റ്ററിനോട് മറ്റുള്ളവർ ഒരാൾ പറഞ്ഞു, എനിക്ക് മാസം ഇത്രായിരം രൂപ തന്നാലും ഞാനിത് ചെയ്യത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് എനിക്ക് ലഭിക്കുന്ന രൂപയുടെയോ മാനത്തിനോ ഒന്നു വേണ്ടിയല്ല, പിന്നെയോ എൻ്റെ കർത്താവിനെ പ്രതിയുള്ള സ്നേഹം നിമിത്തമാണ് ഞാനിത് പ്രവർത്തിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ അന്യോന്യം ആ സ്നേഹം ഉണ്ടാകണം. ഇന്നത് കുറഞ്ഞ് ഇല്ലാതെയായി പോവുക. ആത്മീയ സംഘടനകളൊക്കെ എല്ലാം ഉണ്ട്. സൺഡേ സ്കൂളുണ്ട്, ബാലസമാജമുണ്ട്, മർത്തമറി സമാജമുണ്ട്, യുവജന പ്രസ്ഥാനമുണ്ട്, ശുശ്രൂഷക സംഘമുണ്ട്, പ്രാർത്ഥനായോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ദിവ്യബോധനമുണ്ട്. ഇതിൻ്റെ പഠനങ്ങളും സംഘടനകളുമൊക്കെ സംഘടനകളുടെ നല്ല കെട്ടുറപ്പോടുകൂടി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ മെത്രാസനത്തിലെ ആത്മീയ സംഘടനകൾ ഉള്ളവരെക്കുറിച്ചും ഞാൻ എന്നെ തന്നെയും പറ്റി ചിന്തിക്കാറുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ അനുഭവത്തിൽ ഈ പ്രാർത്ഥനാകൂട്ടം, ഈ മർത്തമറിയ സമാജം, ഈ ബുധനാഴ്ച പ്രാർത്ഥനക്കാർ, ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനക്കാർ, അതുപോലെ തന്നെ ഞായറാഴ്ചകൾ നടത്തുന്ന പ്രാർത്ഥനകൾ, ഇവരും ബാക്കി ഇതിലൊന്നും സംബന്ധിക്കാത്ത ഏറെ പേരുണ്ട്. അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മറ്റു മനുഷ്യർ അന്വേഷിക്കുന്നുണ്ട്. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങളിങ്ങനെയൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നു, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുന്നില്ല. അവിടെയാണ് ഇന്നത്തെ കുറവില്ല. ആത്മീയ സംഘടനകൾ ഇല്ലാഞ്ഞിട്ടില്ല, അതിൻ്റെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ടല്ല. ഏറെ ആത്മീയ സംഘടനകളും ആത്മീയ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. ശിഷ്യന്മാരുടെ കാലത്തോ അന്നീ സമാജമോ അതുപോലെ തന്നെയുള്ള ഒരു ആത്മീയ സംഘടനകൾ ഇന്നത്തെ നിലയിലില്ലായിരുന്നു. പിന്നെ എന്താണ്? അവരെ ഭവനങ്ങളിൽ ആരാധന കഴിച്ചു, അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കേട്ടു, പ്രാർത്ഥന നടത്തി, അപ്പം നുറുക്കി. അപ്പം നുറുക്കുക എന്ന് പറയുന്ന അന്നത്തെ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് അന്നത്തെ ആദ്യത്തെ കാലഘട്ടത്തിലെ ഒരു വാക്ക്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെറും ഒരു ആചാരവും അനുഷ്ഠാനവുമല്ല. ഈ ആചാരത്തിനും അനുഷ്ഠാനത്തിനുമൊക്കെ വളരെ ആഴമേറിയ വാക്കുകളുണ്ട്, അർത്ഥമുണ്ട്. അതല്ല, പിന്നെയോ അവരവരുടെ ഹൃദയത്തിൽ തട്ടിയുള്ള ആരാധനകൾ ഉണ്ടാകണം. ഇപ്പോൾ ഇവിടെ ദൈവസാന്നിധ്യ ബോധത്തോടുകൂടെ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയിട്ട് ആ സാന്നിധ്യബോധത്തോടു കൂടിയാണോ ഓരോ വാക്കുകളും ഞാനും നിങ്ങളും പറയുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പരിശുദ്ധരായ സ്ലീഹന്മാരുടെ കാലത്തും പിന്നീടുണ്ടായിരുന്ന പുണ്യവാന്മാരായ വിശുദ്ധരായ
പിതാക്കന്മാരുടെ കാലത്തുമൊക്കെ ആയിരുന്നു. പരിശുദ്ധനായ പരിമളത്തിരുമേനിയെക്കുറിച്ച് പരിശുദ്ധ ഗീവർഗീസ് തിരുമേനിയോട് ഒരാൾ ചോദിച്ചു. തിരുമേനി വഴക്ക് പറയുമായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് മൽപ്പാന്മാരൊക്കെ ഒത്തിരി വഴക്ക് പറയുകയും അടിക്കുകയൊക്കെ ചെയ്യാറ്. ഇന്നത്തെ നിലയിൽ നിന്ന് വ്യത്യാസമാണ്. അപ്പോൾ പരിശുദ്ധ ഗീവർഗീസ് തിരുമേനി പറയുകയാണ്, അത് ഒരാൾ ചോദിച്ചയാളിൽ നിന്നാണ് ഞാൻ കേട്ടത്. പരിശുദ്ധ ഗീവർഗീസ് തിരുമേനി പറയുകയാണ്, എപ്പോൾ സമയം കിട്ടിയിട്ടാണ് ഈ വഴക്ക് പറയുന്നത്? എപ്പോഴും ഓരോ കാര്യങ്ങൾ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ഒന്നുകിൽ ആളുകൾക്ക് ഇന്നത്തെ പോലെ ഹലോ വിളിക്കാനൊക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. ആളുകൾക്ക് അവരവരുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള എഴുത്തുകൾക്ക് മറുപടി അറിയിക്കുക, പള്ളികൾക്ക് കൽപ്പനകൾ എഴുതുക, ഇങ്ങനെ ദൈനംദിനം ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളുണ്ട്. യാത്രയൊക്കെ വള്ളത്തേലാണ്. മണിക്കൂറുകൾ ഇരുന്നാൽ മാത്രമേ കോട്ടയത്ത് നിന്ന് ഇവിടേക്ക് വരാൻ പറ്റത്തുള്ളൂ, ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകാനൊക്കത്തുള്ളൂ. ഇങ്ങനെ ആ പുണ്യപിതാവ് ദിവസത്തിൻ്റെ അധിക സമയവും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയുടെ മധ്യത്തിൽ പാതിരാത്രിയിൽ ദൈവസന്നിധിയിൽ മറ്റാരെയും കാണാൻ വേണ്ടിയല്ല, അവരൊക്കെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന് മറ്റുള്ളവരിതൊന്നും കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു. ഒരല്പം പോലും അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ഭക്തി ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ഭക്തി? എല്ലാം ദൈവം കണ്ടാൽ മതി എന്നുള്ള നിലയിൽ ചെയ്ത ഒരു പിതാവാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ പിതാക്കന്മാരൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ട് ഈ സഭയെ പരിപാലിച്ചു. അവരൊത്തിരി കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ആർജിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, ബലഹീനനായ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് എന്താർജിച്ചെടുക്കുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കണം. സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട്, പുരയിടമുണ്ട്, നിലവിപ്പം ആവശ്യമില്ല, അതെല്ലാം വെറുതെ കിടക്കുക. പഴയകാലത്ത് നിലം പുരയിടങ്ങൾ എന്ന് പറയാമായിരുന്നു, ഇപ്പം കുറച്ച് പുരയിടമുണ്ട്, അവിടെയും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താ, എല്ലാം ബിസിനസ്സാണ്, മറ്റുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ആർജിച്ചെടുക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നുണ്ടോ, അതൊന്ന് ചിന്തിക്കണം. ഇപ്പം ഇവിടെ വരുന്നവരെക്കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല. ഇവിടെ വരുന്നവരിൽ ഭൂരിഭാഗവും വേദനയും പ്രയാസവും അങ്ങേയറ്റമുള്ള ആളുകളാണ്. അവരിവിടെ വന്നിട്ട് ആ മുറിയിലോ ആ കബർ മുറിയിലോ ഒക്കെ പോയി ഒത്തിരി ആശ്വാസം കണ്ടെത്തുന്നു. കാരണം എന്താ? ആ വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ നമ്മൾ ആശ്വാസം കണ്ടെത്തുക. അതുപോലെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഓരോരുത്തരും അവരവരുടെ ഭവനങ്ങളിൽ തന്നെ ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആശ്വാസം കണ്ടെത്തണം. പരിശുദ്ധരായ ശിഷ്യന്മാരുടെ ജീവിതമോ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ ജീവിതമോ ഒന്നും പൂമത്തെയോ പട്ടുമത്തെയോ ഒന്നും ആയിരുന്നില്ല. കഷ്ടതകളിൽ കൂടി അവർ കടന്നുപോയി. അവർ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഈ ലോകത്തിലും ജീവിച്ചു, അവിടെയും ജീവിക്കുന്നു. അപ്രകാരം ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാബലഹീനായ നമ്മയും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മക്കളിലപ്പൻ കൃപയതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ. പൂക്കും ഇത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. നോലം വാദാമുല്ലോലം വൽമി ശരണാദാലേ നിൻ കൃപയിൽ. നീ ജീവസ്വരമതുണർത്തണമേ കവറിനുധ്യാനത്തീന സ്തോമൻ കാലസ്കുറിയേൽ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരുയരോടെഴുന്നേറ്റുയരേകോന്നി
സ്തുതി ചെയ്തിടുന്നു ബാറയ്ക്കുമോ. എൻ്റെ ശരീരം ഭക്ഷിച്ചെൻ്റെ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാനങ്ങത്തെട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്ത തന്നരുളിന്നു മഹത്വം. മുറിയോറാകെ മേലൈനു രക്ഷകനൂര ചെയ്ത എന്മേരെ തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും. നാമട്ടസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർപ്പിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നവനുമാ ദൈവപുത്ര, പുണ്യപ്പെടുത്തുന്ന നിന്റെ ബലിപീഠത്തുനിന്ന് നിന്റെ അടിയാർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതില്ലാത്തതായ നിന്റെ വലുത് നീട്ടി ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമാണല്ലോ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറെ തിരുശരീരവും തിരുരക്തവും കൈക്കൊള്ളുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തണമേ. വലിയവരും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യം വഹിച്ചിരിക്കുന്നവരുടെ മേൽ അവയെ കൊടുക്കുന്നവരും അവയെ കൈക്കൊള്ളുന്നവരും അവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരുടെ മേൽ സംബന്ധിക്കുന്നവരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ രണ്ട് ലോകങ്ങളും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളെ ശരണവുമേ, നിനക്ക് സ്തുതി. സ്തുതി ദൈവത്തിനുയരത്തിൽ മൂടി സകദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമാണല്ലോ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിലയേറിയ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യണമേ. ഭൂവാകെ നാമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ. മൃതർദനുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവം തമ്പുരാനെ, ഞങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്ന ഈ ദാനത്തിനു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപലജ്യങ്ങൾ ചുമത്താതെ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളോട് പോരാടുന്ന പ്രതികൂല ശക്തിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ.
ഞങ്ങൾ ഒരുമിച്ച് നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നിന്റെ വലതയെ നീട്ടി അനുഗ്രഹിക്കണമേ. നിന്റെ സ്ലീബായാൽ അവരെ കാത്തുകൊള്ളണമേ. രഹസ്യവും പരസ്യമായ എല്ലാ ശത്രുക്കളും നീ അവർക്ക് കാവൽക്കാലും സങ്കേതസ്ഥാനവുമായിരുന്ന് നിന്റെ അനുഗ്രഹ സമൃദ്ധിയാൽ അവരെ നിറയ്ക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബാറേക്കുമോ വിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ നിൻ ഇത്തിരുബലിയെ കൈക്കൊള്ളുക. ഞങ്ങളെ ദേവേശ കാതരുളുക നിർമ്മാതാവേ. കർത്താവേ, തുണയായവനെ കാണിക്കണമേ ജീവവഴി. മദാവുയാജിക്കും പരിശോധന്മാരും നാഥ പുണ്യം നൽകിക്കും മരിച്ചോർക്കും. നമ്മുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പുണ്യപ്പെടുത്തുന്ന ബലിപീഠത്തുന്ന അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധി മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നതായ സമയത്ത് സമാധാനത്താൽ പോകുകയും ആമീൻ. ദൂരസ്ഥരോട് സമീപസ്ഥരും വാങ്ങിപ്പോയവരോട് ജീവനുള്ളവരും കർത്താവിന്റെ ദൈവമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ അനുകൂലമാക്കുകയും ചെയ്യും. ആമീൻ. ബലഹീനനും പാപിയും ദാസനുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താൽ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥന